നിങ്ങളുടെ റിലേഷൻഷിപ്പ് കാർമിക് ആണോ ബെനിഫിഷ്യൽ ആണോ എന്നറിയാനായിട്ടുള്ള ഒരു സിമ്പിൾ ടെക്നിക്ക് പറഞ്ഞു തരാം. ഇത് പേഴ്സൺ എ അവരുടെ ഒരു ബർത്ത് ചാർട്ട്, ഇത് പേഴ്സൺ ബി അവരുടെ ഒരു ബർത്ത് ചാർട്ടാണെന്ന് വിചാരിക്കുക. നമുക്കൊരു ടെക്നിക്കുണ്ട്, സമസപ്തമ എന്ന് പറയുന്ന ഒരു ടെക്നിക്കുണ്ട്. അതായത് പോളാർ ഓപ്പോസിറ്റ്സ് ആയിട്ട്, അതായത് 180 ഡിഗ്രി ഓപ്പോസിറ്റ് ആയിട്ട് നിങ്ങളുടെ മൂൺ സൈൻസ് ഏതെങ്കിലും പ്ലാനറ്റ്സ് വരികയോ 7th ഹൗസ് അല്ലെങ്കിൽ അസെൻഡൻറ്റ് വരികയോ അസെൻഡൻസ് തമ്മിൽ വരികയോ ഒക്കെ ചെയ്യുന്ന സമയത്ത്, ഉദാഹരണം ഇവിടെ പേഴ്സൺ എ അവരുടെ നക്ഷത്രം എന്ന് പറയുന്നത് രോഹിണിയാണെന്ന് വിചാരിക്കുക, പേഴ്സൺ ബി അനിഴമാണ് എന്ന് വിചാരിക്കുക. ഇവർ 180 ഡിഗ്രീസിലാണ് ഇതുള്ളത്. അതുകൊണ്ട് തന്നെ ഇവർക്ക് സമസപ്തമ യോഗ ഫോം ചെയ്തു. സമസപ്തമ യോഗങ്ങളെല്ലാം കാർമിക്കാണ്, അതായത് മുൻ ജന്മത്തിൽ നിന്നും കൊണ്ടുവന്നിട്ടുള്ളതാണ്. സ്ട്രോങ് മൂൺ ആൻഡ് ഡെബിലിറ്റേറ്റഡ് മൂൺ ആയതുകൊണ്ട് തന്നെ അത് ഒരു കാർമിക് ആയിട്ടുള്ള ഒരു സമസപ്തമമാണ്. അതേസമയം സൺ എക്സോൾട്ടഡ് ആൻഡ് സൺ ഡെബിലിറ്റേറ്റഡ് ആയിട്ട് പേഴ്സൺ എ അവർക്ക് ഏറസിലും ആൻഡ് പേഴ്സൺ ബി അവർക്ക് ലിബ്രയിലും ഉള്ള സമയത്തും 180 ഡിഗ്രീസിൻ്റെ ഒരു ആക്സസിലാണ് ഉള്ളത്. അവിടെയും ഈഗോ കോൺഫ്ലിക്ട്സ് ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ഇതും ഒരു സമസപ്തമ യോഗമാണ്. അസെൻഡൻറ്റ് കാപ്രിക്കോൺ അസെൻഡൻറ്റ് വന്നു, പേഴ്സൺ ബി ക്യാൻസർ അസെൻഡൻ്റ് ആണ്. അവർ തമ്മിലും ഒരു സമസപ്തമ യോഗം അങ്ങനെയും ഫോം ചെയ്തിട്ടുണ്ട്. പോളാർ ഓപ്പോസിറ്റ്സ് ആയതുകൊണ്ട് തന്നെ വളരെയധികം മെച്യൂരിറ്റി ഇല്ല നിങ്ങൾക്ക് എങ്കിൽ ഈ ബന്ധം നിങ്ങൾക്ക് സെപ്പറേറ്റഡ് ആയി പോവും. കാർമിക് എന്ന് പറഞ്ഞാൽ മുൻ ജന്മങ്ങളിൽ നിന്ന് ഡെസ്റ്റൈൻഡ് ആണ് ഈ വ്യക്തികൾ തമ്മിൽ മീറ്റ് ചെയ്യുക എന്നുള്ളത്. ഒരു റൊമാൻറ്റിക് കണക്ഷൻസിലേക്ക് നയിക്കുന്ന രീതിയിൽ ഒരു മാഗ്നറ്റിക് അട്രാക്ഷൻ ഉണ്ടാവുക എന്നുള്ളതും. എന്നാൽ ഇതിൽ പോസിറ്റീവായിട്ടുള്ള പ്ലാനറ്റ്സ് ആണ് ഇൻവോൾവ് ആയിരിക്കുന്നതെങ്കിൽ ആ കാർമിസിറ്റി കുറവായിരിക്കും, ആ പെയിൻ കുറവായിരിക്കും. എന്നിട്ട് സ്പിരിച്വൽ എവല്യൂഷന് വേണ്ടിയിട്ട്, സ്പിരിച്വൽ അവേക്കനിങ്ങിന് വേണ്ടിയിട്ട്, ഒരു ലെസൺ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളെ ട്രിഗർ ചെയ്യുമെന്നുള്ളതാണ്. അത് ഈ പ്ലാനറ്റ്സ് ഇൻവോൾവ് ആയിരിക്കുന്നത് ഈ സമസപ്തമത്തിൽ ഏതാണ് എന്ന് മനസ്സിലാക്കുന്നത് വഴി പോലും എന്ത് ലെസണാണ് നിങ്ങൾക്കൊരു റിലേഷൻഷിപ്പിൽ പഠിക്കാനുള്ളത് എന്ന് മനസ്സിലാക്കാം. ഇപ്പം പോസിറ്റീവായിട്ടുള്ള പ്ലാനറ്റ്സ് മൂൺ, ജൂപ്പിറ്റർ, വീനസ്, മെർക്കുറി ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതത്ര പെയിൻഫുൾ ആയിട്ടുള്ളതായിരിക്കില്ല. നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാവുകയും ചെയ്യും. നിങ്ങൾക്ക് മുന്നോട്ടൊരു സെപ്പറേഷൻ ഉണ്ടാവാതെ കൊണ്ടുപോകാനും സാധിക്കും. നെഗറ്റീവ് പ്ലാനറ്റ്സ്, മെലഫിക് പ്ലാനറ്റ്സ്, സൺ, മാഴ്സ്, സാറ്റേൺ ഒക്കെ പോലെയുള്ളതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിനകത്ത് ഒരുപാട് പ്രശ്നങ്ങൾ അനുഭവിച്ചിട്ടായിരിക്കും നിങ്ങളതിൽ നിന്ന് സെപ്പറേറ്റഡ് ആവുക, അല്ലെങ്കിൽ ലെസൺസ് പഠിക്കുക, നിങ്ങളുടെ ഒരു ഗ്രോത്ത് അവിടെ ഉണ്ടായി വരിക എന്നുള്ളതാണ്. സോ ഇതൊരു റിലേഷൻഷിപ്പ് അനാലിസിസിന് ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ്.